सर्वेषां कृते नमस्कारः। अद्य वसन्ततिलका छन्दः पठामः अस्माभिः। प्रथमं वसन्ततिलका छन्दसः लक्षणं पश्यामः. വസന്തതിലക വൃത്തത്തിൻ്റെ ലക്ഷണം നമുക്ക് ആദ്യമായി നോക്കാം. ഉക്ത വസന്തതിലക തഭജ ജഗൗ ഗഹ. ഉക്ത വസന്തതിലക തഭജ ജഗൗ ഗഹ. ഗഹ എന്നുകൂടിയുണ്ട്, അവിടെ എഴുതാൻ വിട്ടുപോയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള ഗണങ്ങൾ ഏതൊക്കെയാണ്? തഗണഃ, ഭഗണഃ, ജഗണദ്വയം, ഗുരുദ്വയം. ഈ ഗണങ്ങളൊക്കെയാണ് വസന്തതിലക വൃത്തത്തിൽ വരുന്നത്. കൂടാതെ വസന്തതിലക വൃത്തത്തിൻ്റെ ലക്ഷണത്തിൽ തന്നെ നമുക്ക് വൃത്തം തിരിക്കാൻ സാധിക്കും. ഗുരു ലഘുക്കളെ അടയാളപ്പെടുത്തി നമുക്ക് ആ ലക്ഷണത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആ ലക്ഷണത്തിലൂടെയും മറ്റൊരു ഉദാഹരണത്തിലൂടെയും കൂടി ഈ വസന്തതിലക വൃത്തത്തെ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ, ആദ്യം വസന്തതിലക വൃത്തത്തിൻ്റെ ലക്ഷണത്തിൽ ഗുരു ലഘുക്കളെ നമുക്കൊന്ന് തിരിക്കാം. ഉക്ത വസന്തതിലക തഭജ ജഗൗ ഗഹ. അപ്പോൾ ഇവിടെ ഉ കൃത വ, അതാണ് ആദ്യത്തെ 3 വർണ്ണങ്ങൾ. അവിടെ ഉ ഹ്രസ്വമാണ്, അതുകൊണ്ട് ലഘുവാണ് വരേണ്ടത്. പക്ഷേ കൃത എന്ന സംയുക്താക്ഷരം അവിടെ ഉള്ളത് കൊണ്ട് ലഘു ഗുരുവായി മാറി. പിന്നെ കൃത എന്നതിലെ ദീർഘമായ സ്വരാക്ഷരം അത് ഗുരുവാണ്, അതുകൊണ്ട് അവിടെയും ഗുരു എഴുതി. പിന്നെ വ, വ എന്നത് ഹ്രസ്വമാണ്, അതുകൊണ്ട് അത് ലഘു. അപ്പോൾ ഇവിടെ 3 അക്ഷരങ്ങളായി തിരിച്ച് അതിൻ്റെ മുകളിൽ ഗുരു ലഘുക്കളുടെ, അതായത് ഹ്രസ്വ അക്ഷരങ്ങളുടെയോ ദീർഘാക്ഷരങ്ങളുടെയോ നിയമങ്ങൾക്കനുസരിച്ചിട്ട് നമുക്ക് ഗുരു ലഘുക്കളെ അടയാളപ്പെടുത്താം. അപ്പോൾ ആ ഒരു രീതിയിൽ, ആ ഒരു നിയമത്തിൽ ഞാനിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് ഓരോരോ വർണ്ണങ്ങളുടെയും മുകളിലല്ല ആ ഗുരു ലഘുക്കൾ നിൽക്കുന്നത്. പക്ഷേ എത്ര വർണ്ണങ്ങളുണ്ടോ അത്രയും വർണ്ണങ്ങളുടെ ഗുരു ലഘുക്കൾ അവിടെ ഉണ്ട്. അപ്പോൾ ആ ഓരോന്നും ആ ഒരു രീതി, ആ ഒരു അക്ഷരങ്ങളുടെ മുകളിൽ ഒന്ന് എഴുതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായി കിട്ടും. അതൊരു എന്താ പറയുക, വേർഡിൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ അതിന് വേണ്ട സ്പേസ് നമ്മളവിടെ കൊടുക്കാൻ വിട്ടുപോയി. അതുകൊണ്ടാണ് അങ്ങനെ ഒരു മിസ്റ്റേക്ക് അവിടെ വന്നിരിക്കുന്നത്. പക്ഷേ നമ്മളത് ചെയ്ത് നോക്കുമ്പോൾ ഓർഡർ ഇങ്ങനെ തന്നെയാണ് വരിക. ഓക്കെ, അപ്പോൾ അതനുസരിച്ചിട്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യത്തെ ആ 3 വർണ്ണങ്ങളിൽ അന്ത്യ ലഘുവാണ്. യ ര ത, അന്ത്യലഘു തഗണമാണ് അല്ലേ? അപ്പോൾ ഈ വസന്തതിലക വൃത്തത്തിൽ ഉക്ത വസന്തതിലക ത ഭജ എന്നാണ്. അപ്പോൾ ആദ്യം തായാണ് വരുന്നത്, തഗണമാണ് വരുന്നത്. അപ്പോൾ അത് പ്രകാരം ഉക്താവ എന്നവിടെ തഗണം വന്നിട്ടുണ്ട്. അതേപോലെ അടുത്തതിൽ
രണ്ടാമത്തെ 3 വർണ്ണങ്ങളിൽ അല്ലെങ്കിൽ രണ്ടാമത്തെ ഗണത്തിൽ ഭഗണം ഉണ്ടോ എന്ന് നോക്കണം. ഏതാണ്? ആദിഗുരു അല്ലേ? ആദിഗുരു യാരാത്ത ഭ. ആദിഗുരു ഭഗണം തന്നെയാണ്. അതും അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ തഗണവും ഭഗണവും കറക്റ്റായി. പിന്നുള്ളത് 2 മധ്യഗുരുക്കളുടെ ഗണങ്ങളാണ്. മധ്യഗുരു ഏതാണ്? യാരാത്ത ഭ ജ അല്ലേ? ജഗണങ്ങളാണ്. മധ്യഗുരു ജഗണം. അങ്ങനെ നോക്കുന്ന സമയത്ത് അവസാനത്തെ 2 എണ്ണം 2 ഗുരുക്കളും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ത ഭ ജ ജ ഗൗ ഗഹ എന്നീ ഗണങ്ങൾ ഒരേ രീതിയിൽ അവിടെ വന്നിട്ടുണ്ട് അല്ലേ? ഇനി മറ്റൊരു ഉദാഹരണം. കേബി സ്മരന്ത്യനുസരന്തി ച കേജി ധന്യേ. ഇവിടെയും വസന്തതിലകാവൃത്തം അനുസരിച്ചിട്ട് ഞാൻ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ വസന്തതിലകാവൃത്തത്തിൻ്റെ ലക്ഷണങ്ങൾക്കനുസരിച്ചിട്ട് എല്ലാവരും ഒന്ന് ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ. കാരണം വീണ്ടും വീണ്ടും ഓരോ അക്ഷരങ്ങളുടെയും നിയമങ്ങൾ ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കൂടുതൽ ഒന്നും പറയാത്തത്. ഓക്കെ. ധന്യവാദ.